അത് തിരുവനന്തപുരം പൂന്തുറ ദേവീക്ഷേത്രത്തിൽ വലിയ മോഷണം നടന്നു. ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹമാണ് കവർന്നത് 1 കോടി രൂപയ്ക്കടുത്ത് വില മതിക്കുന്ന വിഗ്രഹമാണ്. ശ്രീകോവിലിന് ചുറ്റും മുളകുപൊടി വിതറിയാണ് മോഷണം നടന്നത്. പഞ്ചലോക വിഗ്രഹമാണ്. പഞ്ചലോക വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 32 കിലോ വെയിറ്റ് ഉണ്ട്. 32 കിലോ വെയിറ്റുള്ള വിഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടുതലും സ്വർണ്ണമാണ്. എൻ്റെ കൊച്ചിലുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ അന്ന് ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ പവൻ 2 പവൻ കൊടുത്ത് സ്വർണത്തിന് വില കുറഞ്ഞ സമയം അത് ചെയ്തതാണ്. അതിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രഭ ശീവേലി വിഗ്രഹം ഇത്രയും സാധനമാണ് മോഷണം പോയത്. രാവിലെ പോറ്റി വന്ന് ഇങ്ങനെ നട തുറന്നപ്പോൾ കിഴക്കേ നടയിലും പോയിട്ടുണ്ട്, തുറന്നു കിടപ്പുണ്ട്, ഫ്രണ്ടിലും തുറന്നു കിടപ്പുണ്ട്. അപ്പം സംഭവം പോറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വിതറിയിട്ടുണ്ട്. അവർ പോയിട്ടുണ്ട്. അത് പിറകിലൊരു കാൽപ്പാടുമുണ്ട്. അല്ലാതെ ഈ ക്ഷേത്രത്തിന് പരിസരത്തോ പുറത്തോ മറ്റായി CCTV ഉണ്ടായിരുന്നോ? മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചന? പൂന്തുറ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ മോഷണം നടന്നുവെന്നാണ് കരുതുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള പൂന്തുറ ദേവീക്ഷേത്രത്തിലാണ് ഈ മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹമായിരുന്നു. അത് ഏതാണ്ട് 1 കോടിയോളം രൂപ വിലമതിക്കുമെന്നാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. 40 വർഷത്തോളം പഴക്കമുണ്ട് വിഗ്രഹത്തിന്. 32 കിലോ തൂക്കം വരും. പ്രധാന വിഗ്രഹവും ശിവേലി വിഗ്രഹവുമാണ് ഇപ്പോൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിരിക്കുന്നത്. ആസൂത്രിതമായ ഒരു പ്രൊഫഷണൽ കൊള്ളസംഘമാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. കാരണം പൂട്ട് പൊളിച്ച രീതിയും ഒപ്പം തന്നെ ഈ ശ്രീകോവിലിന് ചുറ്റും ഈ ഡോഗ് സ്ക്വാഡൊക്കെ വന്നാൽ മണം പിടിക്കാതിരിക്കാൻ അതിന് ശ്രീകോവിലിന് ചുറ്റും മുളക് പൊടിയൊക്കെ വിതറിയിട്ടാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ രാത്രിയിലൊക്കെ കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു മോഷണവും ബഹളവും നടക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ മഴയുടെ ഒരു മറ കൂടി മോഷ്ടാക്കൾ ആ സാഹചര്യം കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും ഈ മോഷണത്തിനെന്നാണ് പോലീസ് കരുതുന്നത്. CCTVയുടെ കാര്യം ആര് ചോദിച്ചതുപോലെ ഈ അമ്പലത്തിൽ CCTV ഇല്ല. തൊട്ടടുത്ത് മറ്റൊരു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അവിടുത്തെ CCTV പക്ഷേ അവിടെ ക്യാമറ ഉണ്ടെങ്കിലും അത് വർക്കിംഗ് കണ്ടീഷൻ അല്ല എന്നാണ് ഇപ്പോൾ പരിശോധനയിൽ വ്യക്തമാകുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരിയാണത്.